ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കാടമുട്ട വേവിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സവാള ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തേക്കണത്. അത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞതാണ്. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണത്. അത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച്. എന്നിട്ട് അത് നന്നായി വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാളക്കൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളിടാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ പൊടികൾ ഇടുമ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്ത നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. പൊടികളൊക്കെ കരിഞ്ഞു പോകുമ്പോൾ കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പച്ചമണ്ണൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മസാല ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം ഒഴിക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാകും. അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കാടമുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. എന്നാലേ നമ്മൾ മുട്ടയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.